2001 സെപ്റ്റംബർ 11 അമേരിക്കയിൽ നടന്ന ഭീകരാക്രമണത്തിൻ്റെ ഫലമായിട്ട് അന്നത്തെ പ്രസിഡന്റ് ജോർജ് ബുഷ് കൊണ്ടുവന്ന ഒരു ഫെഡറൽ ഗവൺമെൻറ് കേന്ദ്ര സർക്കാരിൻ്റെ ഒരു വിഭാഗമാണ് DHS, ഡിപ്പാർട്ട്മെൻറ്റ് ഓഫ് ഹോംലാൻഡ് സെക്യൂരിറ്റി. അവരുടെ അണ്ടറിലാണ് ഇപ്പോൾ അതിർത്തിയുമായിട്ട് ബന്ധപ്പെട്ടതോ തീവ്രവാദമായിട്ട് ബന്ധപ്പെട്ടതോ അതല്ലെങ്കിൽ TSA, ട്രാവൽ സെക്യൂരിറ്റി, എയർപോർട്ടിലൊക്കെ കാണുന്ന അവരാണ് ഇൻസ്പെക്ഷനും ചെക്കിങ്ങും കാര്യങ്ങളൊക്കെ. അപ്പോൾ ആ ഇമിഗ്രേഷനുമായിട്ട് ബന്ധപ്പെട്ടത് അതല്ലെങ്കിൽ രാജ്യസുരക്ഷയുമായിട്ടും ആഭ്യന്തര വകുപ്പിൻ്റെ ഒരു വകുപ്പ് പോലെയാണ് DHS, ഡിപ്പാർട്ട്മെൻറ്റ് ഓഫ് ഹോംലാൻഡ് സെക്യൂരിറ്റി. നമ്മുടെ ആഭ്യന്തര വകുപ്പ് അത് പുതിയതായിട്ട് 2001 കാലഘട്ടത്തിൽ 2002 ഇത് ജോർജ് ബുഷ് ഉണ്ടാക്കി കൊണ്ടുവന്നത്. അപ്പോൾ അതിൻ്റെ ഫണ്ടിങ്ങിനെ പറ്റി അദ്ദേഹം റിപ്പബ്ലിക്കൻ പാർട്ടി, ഇന്നിരിക്കുന്ന ട്രംപിൻ്റെ പാർട്ടിക്കാരനാണ് ജോർജ് ബുഷ്. ഞാൻ പറയുന്നത് മകൻ ബുഷാണ് കേട്ടോ. അത് ആ ഒരു അന്ന് ഇറാഖ് അഫ്ഗാനിസ്ഥാൻ യുദ്ധമൊക്കെ നയിച്ചിരുന്ന ഇതുകളാണ്. അപ്പോൾ അദ്ദേഹം തുടങ്ങിയതാണ് ഈ ഡിപ്പാർട്ട്മെൻറ്റ്. അപ്പോൾ ഒരു കേന്ദ്ര വകുപ്പ്, ഇപ്പോൾ നമ്മുടെ ഇതിൽ ഇന്ത്യയുടെ സാഹചര്യത്തിൽ ഒരു വകുപ്പ് തുടങ്ങണമെങ്കിൽ കോടിക്കണക്കിന് ഫണ്ടിങ് കൊടുക്കണം, അവരുടെ തൊഴിലാളികൾക്ക് പൈസ കൊടുക്കണം. പക്ഷേ ഇതിൽ നിന്നും തിരിച്ച് പണം വരുന്നില്ല. കാരണം ഇത് സുരക്ഷയുമായിട്ട് ബന്ധപ്പെട്ട് നമ്മൾ അങ്ങോട്ട് ഇറക്കേണ്ട പൈസയാണ്. സർക്കാരിന് അതിൽ നിന്നൊരു പണം ഇങ്ങോട്ട്, സുരക്ഷ ഒഴിച്ചുള്ള പണം ഇങ്ങോട്ട് വരുന്ന ഒരു ഇതല്ല. അമേരിക്കക്കാരെപ്പോഴും പണത്തിൻ്റെ വരവും പോക്കുമായിട്ട് ചിന്തിക്കുന്ന ഒരു ചിന്താഗതി ഉള്ളവരാണ്, ബിസിനസ് പരമായിട്ട് അങ്ങനെ ചിന്തിക്കുന്ന ഒരു ചിന്താഗതി ഉള്ളവരാണ് അമേരിക്കൻ പൊതുസമൂഹം. ഇപ്പോൾ ട്രംപ് വന്നു കഴിഞ്ഞപ്പോൾ ഇതിൻ്റെ ഫണ്ടിങ്ങിനെ പറ്റിയുള്ള ഒരു പ്രശ്നം, അതായത് അമേരിക്കയിൽ ഫണ്ട് $36 ട്രില്യൺ, ലോകത്തിലെ ഏറ്റവും വലിയ സമ്പദ് വ്യവസ്ഥയാണ് അമേരിക്ക. എന്നിരുന്നാൽ കൂടി 36 ട്രില്യൺ തന്നെ കടമുണ്ട്. ഒരു വർഷത്തിൻ്റെ GDP അത്രയും തന്നെയാണ് അമേരിക്കയുടെ ഡെപ്റ്റ് എന്ന് പറയുന്നത്, ആ കടം എന്ന് പറയുന്നത്, പൊതുകടം എന്ന് പറയുന്നത്. അപ്പോൾ അമേരിക്ക ഈ കടം കുറച്ച് കൊണ്ടുവരുന്നതിൻ്റെ ഭാഗമായിട്ടും പിന്നെയും കടം എടുത്തുകൊണ്ടിരിക്കുകയാണ്. നമ്മൾ ഈ പറഞ്ഞുകൊണ്ടിരിക്കുന്ന സെക്കൻഡിൽ പോലും അമേരിക്ക കടമെടുത്തുകൊണ്ടിരിക്കുകയാണ്, ഇതിൽ പല സർക്കാരുകളിൽ നിന്നും ഇതുകളിൽ നിന്നൊക്കെ. അപ്പോൾ ഇത് ഡെമോക്രാറ്റ്സും റിപ്പബ്ലിക്കൻസും, ട്രംപിൻ്റെ പാർട്ടിക്കാർ റിപ്പബ്ലിക്കൻസ്, അത് ഈ കടം വെട്ടിക്കുറക്കുന്നതിനെ കൂട്ടി 1 ട്രില്യൺ അവിടെ കുറയ്ക്കാം. ട്രംപാണ് അതിൽ കാര്യമായിട്ട് ഇപ്പോൾ എന്തെങ്കിലും ചെയ്യുന്ന വ്യക്തിത്വം. മറ്റുള്ളവർ വാക്കുകൊണ്ട് പറഞ്ഞു പോകുക എന്നല്ലാതെ അവർ അത് കുറയ്ക്കാനായിട്ടൊന്നും ചെയ്തതായിട്ട് നമുക്കറിയില്ല. അപ്പോൾ ഇതിൻ്റെ ഭാഗമായിട്ട്, ഈ കടം കുറയ്ക്കുന്നതിൻ്റെ ഭാഗമായിട്ട് ഡെമോക്രാറ്റിക് പാർട്ടി, അമേരിക്കയുടെ ഇന്നത്തെ പ്രതിപക്ഷം, അതിൻ്റെ ഫണ്ടിങ്ങിന് വേണ്ടിയിട്ട് അപ്രൂവൽ കൊടുക്കുന്നില്ല DHS എന്ന ഡിപ്പാർട്ട്മെൻറ്റ് ഓഫ് ഹോംലാൻഡ് സെക്യൂരിറ്റി. അങ്ങനെ വന്നപ്പോൾ TSA പോലെയുള്ള ആ ഒരു ഇതുകൾക്ക് എയർപോർട്ട് സെക്യൂരിറ്റിക്കൊന്നും ആളില്ല. ഇപ്പോൾ ലോസ് ആഞ്ചലസ് എയർപോർട്ടിൽ പോയി കഴിഞ്ഞാൽ 5-6 മണിക്കൂറാണ് നിങ്ങൾക്ക് വരിയിൽ നിന്ന് ഇത് ചെയ്യുക. അത് അമേരിക്കയുടെ സ്ഥിതി, ലോകത്തിലെ ഏറ്റവും വലിയ സമ്പന്ന രാജ്യത്തിൻ്റെ സ്ഥിതിയാണത്. അത് ഈ ഫണ്ടിങ്ങിൽ പ്രതിപക്ഷം ട്രംപിന് കൊടുത്ത പണിയാണ് ഈ പറഞ്ഞ ഫണ്ടിങ്. ട്രംപ് അതിനു വേണ്ടി എന്ത് ചെയ്തെന്ന് വെച്ചാൽ, ട്രംപിൻ്റെ അണ്ടറിലാണ് ടോം ഹോമൻ, ഈ ഇല്ലീഗൽ കുടിയേറ്റക്കാരെയൊക്കെ കയറ്റിവിടുന്ന വിഭാഗം. അതിൽ ഒരു സ്ത്രീ, ക്രിസ്റ്റി നോം എന്ന് പറഞ്ഞ സ്ത്രീ രാജിവെക്കേണ്ടി DHSൻ്റെ തലപ്പത്ത്. അവരാണ് ഈ ഇല്ലീഗൽ ഇമിഗ്രൻസിനെ അമേരിക്കയിൽ നിന്ന് കയറ്റിവിടുന്നതായിട്ട് ഉള്ള ആൾ. ടോം ഹോമനെ ഒബാമ ഉപയോഗിച്ചിട്ടുണ്ട്. കാരണം കണ്ട മെക്സിക്കൻസിനെ ഒക്കെ കയറ്റിവിട്ടു. സ്പാനിഷ് സംസാരിക്കുന്ന വിഭാഗത്തെ മൊത്തം കയറ്റിവിട്ടത് ടോം ഹോമൻ. അതിനൊരു അവാർഡും കിട്ടിയിട്ടുണ്ട് ടോം ഹോമന്. അപ്പോൾ ഈ DHSൻ്റെ ഫണ്ടിങ്ങിൽ കുറവ് വന്ന് അവർക്ക് ശമ്പളമില്ല. 3-4 മാസമായിട്ട് ഇവർക്ക് ശമ്പളം ഇല്ലാണ്ട് പണിയെടുക്കണേ. അപ്പോൾ കുറേ ആൾക്കാർ, കാരണം ശമ്പളം ഇല്ലാണ്ട് എത്ര നാൾ അവരുടെ കുടുംബത്തെ പോറ്റും, വാടക, ബില്ല്, അതായത് പണം കൊടുക്കാണ്ട് ഇവിടെ ജീവിക്കാൻ പറ്റില്ല. അപ്പോൾ കുറേ TSAക്കാരൊക്കെ വിറ്റ് പോകണം. എയർപോർട്ടിൽ ജോലി എടുക്കുന്ന കേന്ദ്ര സർക്കാരിൻ്റെ ഈ വിഭാഗത്തിൽപ്പെട്ട നല്ല തൊഴിലുള്ള ആൾക്കാർ, അവർ രാജിവെച്ച് പോകുന്നു, പുറം പണിക്ക് പോകുന്നു, പനിയാണെന്നും പറഞ്ഞ് വീട്ടിലിരിക്കുന്നു. ഇതാണ് ഇപ്പോൾ ഇതിൽ. അപ്പോൾ ഉള്ള ആൾക്കാരെ വെച്ചാണ് ഈ എയർപോർട്ടുകൾ നടത്തുന്നത്. അപ്പോൾ ഈ എല്ലാ മേജർ എയർപോർട്ട് ഹബ്ബുകളിലൊക്കെ 5-6-4-5 മണിക്കൂറൊക്കെ വരിയാണ്, ഈ ഫണ്ടിങ് ഇല്ലാത്തതുകൊണ്ട്, ഇവർക്ക് ശമ്പളം ഇല്ലാത്തതുകൊണ്ട്. അപ്പോൾ ട്രംപ് എന്ത് ചെയ്തതെന്ന് വെച്ചാൽ, ട്രംപിൻ്റെ ഏറ്റവും വലിയൊരു പ്രാധാന്യമുള്ളൊരിതാണ് ട്രംപിന് അനധികൃത കുടിയേറ്റക്കാരെ ഇവിടെ നിന്ന് കയറ്റിവിടുന്നതുള്ളൊരു സംരംഭമാണ് ട്രംപ് മുന്നോട്ട് കൊണ്ടുപോകുന്നത്. അതിൻ്റെ ഭാഗമെന്ന് പറയുന്നതാണ് ഈ DHSൻ്റെ തന്നെ ഭാഗമായ ICE. അവർ എയർപോർട്ടിലല്ല, അവർ കൂടുതലായിട്ട് ഈ ഇല്ലീഗൽ ഇമിഗ്രൻസിനെ പിടിക്കുന്ന പണിയാണ് അവർ ചെയ്യുന്നത്. ഇപ്പോൾ ട്രംപ് വന്നതിന് ശേഷം അതിലേക്ക് കയറുന്നവർക്ക് $65,000, അതായത് ഏകദേശം ഒരു 19-60 ലക്ഷം രൂപ, 60 ലക്ഷം രൂപ ഇത് ചേരുന്ന സൈൻ ഇൻ ബോണസ്. അപ്പോൾ അവർ മുൻകാല പോലീസുകാർ, ഇത് ഞാൻ വെറുതെ നോക്കാൻ പോയി, കാരണം ഞാൻ ഇതിന് എന്തൊക്കെ കിട്ടുന്ന ശമ്പളമൊക്കെ ഒന്ന് നോക്കാൻ പോയപ്പോഴേക്കും അവർ ഓഫറുകളുമായിട്ട് വന്നു. $65,000 എടുത്തങ്ങോട്ട് തരും, സൈൻ ചെയ്ത്. അക്കാഡമി പോയി. അക്കാഡമി എന്ന് പറഞ്ഞാൽ മുൻ പോലീസുകാർ, പട്ടാളക്കാർ ഒക്കെ ആയിരുന്നു. ഇപ്പോൾ ഞാൻ LAPDയിലായിരുന്നു, ലോസ് ആഞ്ചലസ് പോലീസ് ഡിപ്പാർട്ട്മെൻറ്റിലായിരുന്നു. അപ്പോൾ അവർക്കൊക്കെ കൂടുതൽ അവർ ഇത് ചെയ്യണം എങ്ങനെയെങ്കിലും, കാരണം ആൾക്കാരെ കിട്ടുന്നതിന് വേണ്ടിയിട്ട് പെട്ടെന്ന് ഒരു വിഭാഗത്തിനെ സ്ട്രെങ്തൻ ചെയ്തിട്ട് അവർ എക്സിക്യൂട്ടീവ്. ICE നമുക്കറിയാം ഇമിഗ്രേഷൻസ് ആൻഡ് കസ്റ്റംസ് എൻഫോഴ്സ്മെൻ്റ് ആണ്.
അപ്പോൾ അവർ $65,000 ഇന്ന് ചെന്ന് ചേർന്ന് കഴിഞ്ഞാൽ അപ്പം എടുത്ത് തരും, 60 ലക്ഷം രൂപ എടുത്ത് തരും, ചേരുന്നതിന് മാത്രം എടുത്തു തരും. അത് ഈ എന്നെ ഒട്ടനവധി എൻ്റെ സുഹൃത്തുക്കൾ പറഞ്ഞപ്പോൾ നിനക്ക് പോയി ചേർന്നുകൂടെ, അവിടെ പോലീസുകാരെയാണ് കൂടുതലായിട്ട് എടുക്കണം, വലിയ ഈ ഹയറിങ്ങിന് വലിയ പ്രശ്നങ്ങളൊന്നുമില്ല, അതിൻ്റെ ഒരു സീക്രട്ട് ക്ലിയറൻസും അതൊക്കെ ആയിട്ട് പെട്ടെന്ന് തീരും പോലീസുകാർക്ക്. അവിടെ ചെന്ന് കഴിഞ്ഞാൽ നല്ല ശമ്പളവും ഇതൊക്കെയാണ് ഈ ഐസിൽ കൊടുക്കുന്നത്. അപ്പോൾ ട്രംപ് ഈ വിഭാഗത്തെ കെട്ടിപ്പടുത്തുകൊണ്ടിരിക്കുകയാണ്. അപ്പോൾ പ്രതിപക്ഷം DHSൻ്റെ ഫണ്ടിങ്, TSLക്ക് എയർപോർട്ടിനുള്ള ഫണ്ടിങ്, കാരണം ഇത് പ്രതിപക്ഷം ചെയ്യുന്നത് ട്രംപ് എയർപോർട്ടിൽ തിക്കും തിരക്കും വരുമ്പോൾ ട്രംപിനെതിരായിട്ട് ജനം തിരിയും എന്നുള്ളത് കൊണ്ടാണ് ഇത് ചെയ്യുന്നത്. തന്നെയല്ല, ട്രംപിൻ്റെ കൈയും കാലും കെട്ടിയിട്ടേക്കാം, അവിടെ യുദ്ധം നടക്കുകയാണ്. ഒരു യുദ്ധം പ്രസിഡന്റ് നയിക്കുന്ന സമയത്ത് എപ്പോഴും ഇൻപുട്സ് വേണം. കപ്പൽ അങ്ങോട്ട് നീങ്ങട്ടെ, ഈ കപ്പൽ ഇങ്ങോട്ട് നീങ്ങട്ടെ, ഇന്നസെൻറ്റ് മെറ്റസെൻറ്റ് നീ അങ്ങോട്ട് മാറി നടിക്കുക, ഇങ്ങോട്ട് മാറി നടിക്കുക എന്നൊക്കെ പറയേണ്ട ജോലി ട്രംപിൻ്റെ തലയിലുണ്ട്. കാരണം ഓരോ മൂവ്മെൻറ്റും ഗ്രൗണ്ട് ഇൻവേഷൻ ആണോ അതൊക്കെ നടന്നുകൊണ്ടിരിക്കുക. കപ്പലുകളുടെ മൂവ്മെൻറ്റ്സ്, അതല്ലെങ്കിൽ അവിടെ F-35 ബോംബിംഗ് ഒക്കെ നോക്കിക്കൊണ്ടിരിക്കുന്നതിൽ പ്രതിപക്ഷത്തിൻ്റെ വക ചെറിയൊരു അടി ട്രംപിന്. DHS അപ്പോൾ എയർപോർട്ടിൽ നിന്ന് ആൾക്കാർ, ജനങ്ങളുടെ ഇടയിൽ, അത് രാഷ്ട്രീയ കളി അങ്ങനെയാണ്. അത് ഇപ്പോൾ ഇന്ത്യയിലാണെങ്കിലും ഇവിടെയാണെങ്കിലും ഇവരുടെ ആഗ്രഹം അതിനും. പക്ഷേ ഒബാമയും ബൈഡനും ഒന്നല്ലാത്ത നേതൃത്വം കൊണ്ടുപോയി അല്ലറ ചില്ലറകളുണ്ടല്ലോ, ഡെമോക്രാറ്റിക് പാർട്ടി എന്നും പറഞ്ഞ് ഇപ്പോഴും നടക്കുന്ന ലിബറൽസ് വിഭാഗത്തിൽപ്പെട്ടവന്മാരാണ് ഈ ട്രംപിന് പണി കൊടുക്കണേ. അപ്പം ട്രംപ് ഈ യുദ്ധത്തിൽ പെട്ടിരിക്കുന്ന സമയത്ത് തന്നെ DHSൻ്റെ ഫണ്ടിങ് അങ്ങോട്ട് വെട്ടിക്കുറയ്ക്കുന്നത്. അപ്പോൾ ഇവന്മാർക്ക് ശമ്പളം ഇല്ലാത്ത സമയത്ത് എയർപോർട്ടുകളിൽ തിരക്ക് വരുമ്പോൾ ജനം ട്രംപിനെ തെറി പറയട്ടെ എന്ന് പറഞ്ഞിട്ട് കൂടി ട്രംപിൻ്റെ റേറ്റിംഗ് കുറവുണ്ട്. 33% അമേരിക്കയിൽ ട്രംപിൻ്റെ റേറ്റിംഗ് എന്ന് പറയുന്നത്. ആ 33% അത്ര കുറവല്ല, കാരണം ഇയാൾ ഇത്തരം കാര്യങ്ങൾ ചെയ്തപ്പോഴും ഇപ്പോൾ ഒബാമേനെയും ബൈഡനെയും മറ്റുള്ളവരൊക്കെ താരതമ്യപ്പെടുത്തി നോക്കുമ്പോൾ അതത്ര കുറവെന്നൊന്നും പറയാനില്ല. 33 കുറവ് തന്നെ, ആവറേജിൽ കുറവെന്നുള്ളൂ, അത്ര അങ്ങോട്ട് താഴ്ന്നു നോക്കി പോയില്ല. അപ്പോൾ ട്രംപ് എന്ത് ചെയ്തു, ഐസിനെ കൊണ്ട് എയർപോർട്ടിലിരുത്താൻ പറഞ്ഞു. ഇമിഗ്രേഷൻ കസ്റ്റംസ്, അതായത് അവർക്ക് ബുള്ളിയിങ് ചെയ്യുക. അവർ പോലീസുകാരെന്ന് പറഞ്ഞ ഒരു കമാൻഡ് ഇതുണ്ട്. ഇപ്പോൾ നമ്മളിപ്പോൾ പോലീസിലോ അല്ലെങ്കിൽ പട്ടാളത്തിലോ ഉള്ളവരൊക്കെ നമുക്ക് അവരോട് സംസാരിച്ച് കഴിഞ്ഞാൽ പറയും, ആ ഒരു കമാൻഡ് പ്രസൻസ്. അവർ നമ്മളോട് സംസാരിക്കാൻ, ആരടാ എന്തടാ, നമ്മളെ സ്ഥലം SI ചോദിക്കാന്നൊക്കെ പറയില്ലേ, ആരടാ എന്തടാ, അല്ലാണ്ട് സാറേ എന്നും പറഞ്ഞാൽ SI ചെന്ന് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ SIയുടെ തലയിൽ കയറി ഗുണ്ടകളും ഇതുകളും. അപ്പോൾ ഈ ഐസ് എന്ന് പറയുന്നത് ഒരു പോലീസാണ്, സ്ഥലം പോലീസാണ്. ഇവന്മാരങ്ങടെ ഇറങ്ങിയിട്ട് ഇവന്മാരെ എയർപോർട്ടിൽ വന്നാലുള്ള കുഴപ്പം എന്താണെന്ന് വെച്ചാൽ, പാസ്പോർട്ടും ഈ കടലാസ് ഇല്ലാത്തവന്മാരൊക്കെ ഇവിടെ ലൈസൻസ് ഉണ്ടായാൽ പറക്കാം. ഇപ്പോൾ റിയൽ ID എന്ന് പറഞ്ഞാൽ ഇതുണ്ട്, എയർപോർട്ടിലൊക്കെ കടലാസ് ഇല്ലാത്തവർക്കും ഫ്ലൈ ചെയ്യാം, ചെയ്തിരുന്നു. ഇപ്പം കള്ള ലൈസൻസും കൊണ്ട് നടക്കുന്നവരുണ്ട്. ഇതൊക്കെ കൂടുതലായിട്ട് ഇതെവിടെ നിന്നാണ് കിട്ടിയത്? ഈ കടലാസില്ലാത്തവർ പണ്ട് ഇപ്പോൾ ഇന്ത്യക്കാർ മലയാളികളൊക്കെ ഒട്ടനവധി കടലാസില്ലെങ്കിലും അമേരിക്കയിൽ ഇത്ര നാൾ പറക്കായിരുന്നു. ഇപ്പോൾ റിയൽ ID എന്നും പറഞ്ഞ ലൈസൻസ് തന്നെ മാറ്റിയിട്ട് അതുണ്ടെങ്കിൽ മാത്രം, അല്ലെങ്കിൽ പാസ്പോർട്ട് വേണം എന്ന രീതിയിലേക്ക് ആക്കിയിട്ടുണ്ട്. കാരണം എല്ലാ സംസ്ഥാനങ്ങളിലും ലൈസൻസ് അടിച്ചു കൊടുക്കാം, വണ്ടി ഓടിക്കുന്ന ആ ലൈസൻസിൻ്റെ വെറുതെ ആ ലൈസൻസ് കാണിച്ചാൽ നിങ്ങൾക്ക് ഫ്ലൈ ചെയ്യായിരുന്നു അതൊക്കെ. അപ്പോൾ ഈ ഐസ് എയർപോർട്ടിൽ വരുമ്പോൾ അവർ ബുള്ളി ചെയ്യും. അവർ ഈ പാസഞ്ചേഴ്സിൻ്റെ അടുത്ത് പെരുമാറുന്ന രീതി മറ്റേ TSA പെരുമാറുന്ന രീതിയല്ല, ഹലോ ഹായ് സോറി പ്ലീസും അവിടെ ഉണ്ടാവില്ല. അവർ പറയും, അങ്ങോട്ട് മാറിക്കൂ, നിൻ്റെ കടലാസ് എവിടെ, നീ എവിടെ ജനിച്ചു എന്നുള്ള ചോദ്യങ്ങൾ ചോദിക്കും. ഇത് തിരിച്ചടിച്ച് വന്നത് എന്തായി, ട്രംപിന് കൊടുക്കാൻ വെച്ച പണി വന്ന് ഇവിടുത്തെ നേരെ ഡെമോക്രാറ്റിക് പാർട്ടിയും, അവരാണ് ഈ അനധികൃത കുടിയേറ്റത്തേക്ക് ഈ പ്രോത്സാഹിപ്പിക്കുന്ന വിഭാഗം, അവർക്ക് തന്നെ പണിയായിട്ട് വന്നു. കാരണം എയർപോർട്ടിൽ ഇവന്മാരാ നിൽക്കണേ, ഐസിൻ്റെ മല്ലന്മാരാ നിൽക്കണേ. അവിടെ ചെന്ന് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ കളിയൊന്നും നടക്കില്ല. മുറിവുറുപ്പ് ഇപ്പോൾ എയർപോർട്ടിൽ വന്നു തുടങ്ങി. കാരണം ട്രംപ് പറഞ്ഞു, പയ്യെ പോയാൽ മതി, പറക്കണവർ പയ്യെ പറഞ്ഞാൽ മതി, എൻ്റെ ഐസ് വരും, TSA വേണ്ട, TSA ഫണ്ടിങ് നിങ്ങൾ വെട്ടിക്കോ. അപ്പോൾ ട്രംപിൻ്റെ ബുദ്ധിയായിരിക്കില്ല, ആരെങ്കിലും പറഞ്ഞു കൊടുത്ത ബുദ്ധിയായിരിക്കും. എല്ലാ വിഭാഗങ്ങളിലും എല്ലാ ചേരിയിലും ബുദ്ധി പറഞ്ഞു കൊടുക്കാൻ ആൾക്കാരുണ്ടാവുമല്ലോ. അപ്പോൾ ഇതാണ് ഇപ്പോൾ അമേരിക്കയിൽ നടക്കണം. ഇപ്പോൾ ഡെമോക്രാറ്റിക് പാർട്ടി പറയും, ഇപ്പോൾ വേണ്ട, DHSന് ഫണ്ടിങ് എന്താണെന്ന് വെച്ചാൽ എടുത്തു എന്ന് പറയേണ്ട സ്ഥിതിയിലായി. കാരണം ഐസ് അവിടെ നിൽക്കുകയാണ്. ഇവരുടെ ആൾക്കാരെ കൂടുതലായിട്ട് കടലാസില്ലാണ്ടൊക്കെ പോകുന്ന ആൾക്കാർ ഈ ഡെമോക്രാറ്റിക് പാർട്ടി. നമ്മുടെ നാട്ടിൽ ഇതിൻ്റെ ഉദാഹരണമായിട്ട് പറയുകയാണെങ്കിൽ, നമ്മുടെ നാട്ടിൽ ഈ ബംഗാളികളൊക്കെ വരുമ്പോൾ എങ്ങനെയെങ്കിലും കടലാസ് ഉണ്ടാക്കിയിട്ട് അതിൻ്റെ വോട്ട് കോൺഗ്രസ്സിന് കിട്ടും. കാരണം ഇത് പറയുന്നതൊക്കെ മറ്റേ ബംഗ്ലാദേശിൽ നിന്ന് വന്ന രോഹിംഗ്യ തീവ്രവാദികൾ വന്നിട്ട് ഇവിടുന്ന് കടന്നിട്ട് ഇവിടെ വന്ന് നമ്മൾ വെസ്റ്റ് ബംഗാളിൽ നിന്നും പറഞ്ഞ് ആധാറും കുന്തൊക്കെ ഉണ്ടാക്കി കൊടുക്കുന്നത് ഈ UDFും LDFും കൂടിയിട്ടാണ്. കാരണം ആ വോട്ട് ഇങ്ങോട്ട് വീഴുന്നുള്ളത് അവർക്കറിയാം. അത് പ്രത്യേകം മതസ്ഥരാണ് ബംഗ്ലാദേശിൽ നിന്ന് വരുന്നത്. അതേ സ്വഭാവമാണ് ഇവിടുത്തെ ഡെമോക്രാറ്റുകൾക്ക്. ഈ വരുന്ന തീവ്രവാദികളുണ്ട് കേട്ടോ. അവിടെ നിന്ന് വരും അവർ, സിറിയയിലെ ലെബനനിലെ അഭയാർത്ഥി എന്നൊക്കെ പറഞ്ഞ് വരും. അവിടെ നിന്ന് അഫ്ഗാനിസ്ഥാൻ പാകിസ്ഥാൻ തൊട്ട് ഇങ്ങോട്ട് കടന്നു വരും. അപ്പോൾ ഈ കടന്നു വരുന്നമാർക്കൊക്കെ എങ്ങനെയും കള്ളക്കടലാസ് ഉണ്ടാക്കി കാലിഫോർണിയയിലേക്ക് ഒളിപ്പിച്ച് കഴിയുമ്പോൾ അവർ വോട്ടിംഗ് ഇതായി മാറും.
വോട്ട് ചെയ്യാവുന്ന, അതാണ് ഇപ്പോൾ ട്രംപ് കൊണ്ടുവരുന്നത്. അതായത് വോട്ട് ചെയ്യുന്നത് വോട്ടിങ്ങിന് പാസ്പോർട്ട് വേണം, അതല്ലെങ്കിൽ ഒരു ID വേണം എന്നുള്ളതാണ് ട്രംപ് പറയുന്നത്. കാരണം കണ്ടമാനം കഴിഞ്ഞ ട്രംപ് അത്രമാത്രം ഇല്ലെങ്കിലും കുറച്ചൊക്കെ കള്ളവോട്ടുകൾ അമേരിക്കയിൽ നടക്കുന്നുണ്ട്. അപ്പോൾ ട്രംപ് കഴിഞ്ഞ തവണ അറ്റ്ലാന്റയിൽ ട്രംപിനെ പറ്റിച്ചു എന്ന് പറഞ്ഞാൽ 2020 ഇലക്ഷനിൽ ട്രംപിനെ പറ്റിച്ച് കള്ളവോട്ട് ചെയ്ത് പറ്റിച്ചു എന്നാണ് ട്രംപ് പറയുന്നത്. അപ്പോൾ ഈ വോട്ട് ഈ വോട്ടിന് വേണ്ടിയിട്ട് ട്രംപ് അപ്പോൾ ഇവരുടെ വോട്ട് ബാങ്ക് പൊളിയും. കാരണം ഐസ് വന്നു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ കടലാസില്ലാത്തവനെയും കള്ള വോട്ടർ ID കൊണ്ട് നടക്കുന്നവനെയൊക്കെ പിടിക്കും. നമ്മൾ ബംഗ്ലാദേശികളെ കയറ്റി പറഞ്ഞ സ്റ്റൈലിലാവും ഇവിടുത്തെ കാര്യങ്ങൾ. അപ്പോൾ ഇതാണ് അമേരിക്കൻ രാഷ്ട്രീയത്തിൽ പുകഞ്ഞു നിൽക്കുന്ന ഒരു വിഷയം.